ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനായുള്ള വീഡിയോ ആണ്. ഡിസിഷൻ എടുക്കും മുമ്പ് നിങ്ങളുടേതായ രീതിയിൽ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുക. റിസ്ക് നിങ്ങളുടേത് മാത്രമാണ്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണിഫിറ്റ്, മണി മലയാളം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. വിസിറ്റ് www.moneymalayalam.com, www.moneyfit.news. ലിങ്ക് ഇൻ ബിലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു മെസ്സേജ് വന്നു. ഒരു സുഹൃത്ത് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, പക്ഷേ ലോൺ റിജക്റ്റ് ചെയ്തു. ക്രെഡിറ്റ് സ്കോർ കുറവായതിനാലാണ് ലോൺ റിജക്റ്റ് ആയത്. പക്ഷേ അവനൊരു ക്രെഡിറ്റ് കാർഡ് മാത്രമാണുള്ളത്. ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലൊക്കെ അവൻ കറക്റ്റായിട്ട് ഫുൾ ഡ്യൂ എമൗണ്ട് അടച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറയാനായിട്ടുള്ള യാതൊരു കാര്യവും അവൻ ചെയ്തിട്ടില്ല. എല്ലാം കറക്റ്റായിട്ടാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പണത്തിന് നല്ല അത്യാവശ്യം ഉള്ളൊരു സന്ദർഭത്തിൽ അവൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ക്രെഡിറ്റ് സ്കോർ കുറവായതിൻ്റെ പേരിൽ അവൻ്റെ ലോൺ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഞാൻ എന്തായാലും അവൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഒന്ന് അയച്ചു തരാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവൻ്റെ റിപ്പോർട്ട് അയച്ചു തന്നു. ഞാൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞ കറക്റ്റാണ്. അവന് ലോൺ അക്കൗണ്ട് ഒന്നും തന്നെ ഇല്ല. അവന് ആകെ ഉള്ളതൊരു ക്രെഡിറ്റ് കാർഡ് മാത്രമാണ്. അതിൻ്റെ ബിൽ പേയ്മെൻ്റ് ഒക്കെ 100% കറക്റ്റ് ടൈമിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഫുൾ ഡ്യൂ എമൗണ്ട് ആണ് അവൻ എപ്പോഴും അടക്കാറുള്ളത്. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെയില്ല. നമുക്ക് എന്തായാലും അവൻ്റെ ക്രെഡിറ്റ് സ്കോറിന് പറ്റിയത് എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ടൊന്ന് അനലൈസിസ് ചെയ്യാം. ഇത് മനസ്സിലാക്കുക വഴി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു തെറ്റുകൾ സംഭവിക്കുന്നത് ഒഴിവാക്കാനായി സാധിക്കും. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം പറഞ്ഞതുപോലെ അവനൊരു ക്രെഡിറ്റ് കാർഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് 30,000 രൂപയാണ്. അവൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച ശേഷം അതിൻ്റെ ബില്ലൊക്കെ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഡ്യൂ എമൗണ്ട് എല്ലാ തവണയും അടച്ചിട്ടുമുണ്ട്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച രീതി ശരിയല്ല. കാരണം അവൻ്റെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ ഫുൾ എമൗണ്ട് അവൻ എല്ലാ മാസവും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉണ്ടായിരുന്നത് 30,000 രൂപയാണ്. നോർമലി നല്ല യൂസൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു 30,000 ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവനും അത് വളരെ കുറവായിരുന്നു. അവന് അതിൽ കൂടുതൽ സ്പെൻഡ് ഒരു മാസത്തിൽ വന്നിരുന്നു. അപ്പോൾ അവൻ ആദ്യം തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് 30,000 രൂപ അങ്ങ് സ്പെൻഡ് ചെയ്യും. അതിനുശേഷം ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുമ്പോൾ ഈ ഒരു 30,000 രൂപ അടക്കുന്ന ഒരു രീതിയാണ് അവൻ പിന്തുടർന്നുകൊണ്ടിരുന്നത്. ഇത് അവൻ്റെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിനുള്ള ഒരു കാരണമാണ്. കാരണം ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ 30% മാത്രം യൂട്ടിലൈസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു തവണയൊക്കെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫുൾ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുകയില്ല. കുറഞ്ഞാൽ തന്നെ 2 or 3 ആയിരിക്കും കുറയുന്നത്. 2-3 മാസത്തെ ക്രെഡിറ്റ് കാർഡ് ബില്ല് കറക്റ്റായിട്ട് അടച്ചു കഴിയുവാൻ നേരത്തെ ഈ ഒരു കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ വീണ്ടും നമുക്ക് ഉയർത്തിയെടുക്കുവാനായി സാധിക്കും. പക്ഷേ ലോങ് ടൈമിൽ സ്ഥിരമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ 100% നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ 30% മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നിലവിൽ കുറവാണെങ്കിൽ 2 രീതിയിൽ നിങ്ങൾക്കിത് മാനേജ് ചെയ്യാം. ഒന്നാമത്തേത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്തുന്നതിലൂടെ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ നമുക്ക് കുറയ്ക്കാനായി സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 30,000 രൂപയാണ് ക്രെഡിറ്റ് ലിമിറ്റ്. നിങ്ങൾ അത് 1,00,000 രൂപയായിട്ട് ഉയർത്തി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ മാസം 30,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ലിമിറ്റിൻ്റെ 30% നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായി സാധിക്കും. മറ്റൊരു വഴി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഓൺ ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഈ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ക്രെഡിറ്റ് കാർഡ് എടുത്തുകൊണ്ട് അത് ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്യാം. ഇതിലൂടെ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അവൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കിയപ്പോൾ കുറേയധികം ലോൺ എൻക്വയറീസ് കാണുവാനായി സാധിച്ചു. പേഴ്സണൽ ലോൺ, അതുപോലെ തന്നെ കുറേയധികം ക്രെഡിറ്റ് കാർഡുകളുടെ എൻക്വയറി. അതും ലാസ്റ്റ് മന്ത് നോക്കിയപ്പോൾ 4-5 ക്രെഡിറ്റ് കാർഡുകളുടെ എൻക്വയറി അടുപ്പിച്ച് വന്ന് കിടപ്പുണ്ട് ലാസ്റ്റ് മന്തിൽ തന്നെ. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ ഒരു സുഹൃത്ത് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലോൺ സെക്ടറിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ച് എൻക്വയറി കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവൻ എൻക്വയറി ചെയ്തതാണ് 1-2 എണ്ണമുള്ളത്. ബാക്കിയുള്ള എൻക്വയറീസ് അവൻ ചുമ്മാ ക്രെഡിറ്റ് കാർഡ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് വെറുതെ അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. അതും അവൻ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്തത്. ഇത്തരത്തിൽ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യുമെന്ന് അവൻ അറിയില്ലായിരുന്നു എന്നാണ് അവൻ റീപ്ലൈ തന്നത്. നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ സ്വയമേ എത്ര തവണ വേണമെങ്കിലും ചെക്ക് ചെയ്യാനായി സാധിക്കും. യാതൊരു പ്രോബ്ലവും ഇല്ല. ഇത് സോഫ്റ്റ് എൻക്വയറിയാണ്. എവിടെയും കീപ്പ് ചെയ്യുന്നില്ല ഇതിൻ്റെ റെക്കോർഡ്. ഇത്തരത്തിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇടയ്ക്കിടയ്ക്ക് പേഴ്സണലി ചെക്ക് ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാനും അത് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ ഇവൻ്റെ കേസിൽ ഇവൻ ക്രെഡിറ്റ് സ്കോർ സ്വയമേ ചെക്ക് ചെയ്യില്ലായിരുന്നു. അവൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തത് റിജക്റ്റ് ആയപ്പോഴാണ് അവനെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുന്നത് തന്നെ. നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാം. അതിന് പല മാർഗ്ഗങ്ങളുമുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക്
വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സ്വയം നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നത് പോലെയല്ല ഒരു ധനകാര്യ സ്ഥാപനം നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ, നമ്മളൊരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നുണ്ട്. അവർ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഒരു എൻക്വയറി ഡീറ്റെയിൽസ് ഈ ഒരു ക്രെഡിറ്റ് ബ്യൂറോകൾ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിനോ അല്ലെങ്കിൽ ലോണിനോ വേണ്ടി എൻക്വയറി നടത്തി അതവിടെ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്തു. നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുന്ന നേരത്ത് അവർക്ക് ഈ ഒരു നമ്മുടെ പ്രീവിയസ് എൻക്വയറീസൊക്കെ കാണുവാനായി സാധിക്കും. ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ലോൺ എൻക്വയറീസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ക്രെഡിറ്റ് കാർഡ് എൻക്വയറീസ് എന്ന് പറയുന്നത് നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെറുതെ ക്രെഡിറ്റ് കാർഡ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ കാണുന്ന ലോണിൻ്റെ പരസ്യത്തിലൊക്കെ ക്ലിക്ക് ചെയ്ത് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയൊന്നും ചുമ്മാ കയറി അപ്ലൈ ചെയ്യാതിരിക്കുക. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുവാൻ നേരത്ത് ആദ്യം തന്നെ അവർ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകും. നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡിനോ അല്ലെങ്കിൽ ലോണിനോ അപ്ലൈ ചെയ്തു എന്ന് കരുതി നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വലുതായിട്ടൊന്നും കുറയില്ല, ചെറിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ വരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു മാസത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലോൺ എൻക്വയറി അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എൻക്വയറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ കാര്യമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിനോ അല്ലെങ്കിൽ ലോണിനോ വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങളൊന്ന് നോക്കുക നേരത്ത് മിക്ക ഇടങ്ങളിലും റിക്വയർഡ് ക്രെഡിറ്റ് സ്കോർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ സ്വയം ചെക്ക് ചെയ്ത് അവർ പറഞ്ഞ ഒരു റിക്വയർഡ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ആ ഒരു റിക്വയർമെൻറ്റ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുക. അല്ലാതെ വെറുതെ കയറി ലോണിനും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിനൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ പിന്നീട് ഉയർത്താവുന്നതേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല. 2-3 മാസത്തെ ക്രെഡിറ്റ് കാർഡ് ബില്ലോ അല്ലെങ്കിൽ ലോൺ റീപേയ്മെൻറ്റോ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ഉയർത്തിയെടുക്കുവാനായി സാധിക്കും. പക്ഷേ നമുക്ക് ഒരു ലോണിന് അത്യാവശ്യമായ സന്ദർഭത്തിൽ, ഇപ്പോൾ ഇവൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ എമർജൻസി ആയിട്ടൊരു ലോൺ വേണം, ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചാടിക്കറി നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഉയർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ പെട്ടുപോകും. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഉയർത്തണമെങ്കിൽ മിനിമം 2-3 മാസം വേണ്ടിയതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴാണ് നമുക്കൊരു ലോണിൻ്റെ എമർജൻസി വരിക എന്നൊക്കെ നമുക്ക് പറയാനായി സാധിക്കില്ല. പിന്നെ ഇപ്പോൾ നിലവിൽ പുതിയ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയുള്ള ക്രെഡിറ്റ് സ്കോർ റിക്വയർമെൻറ്റ് പല ബാങ്കുകളും ഉയർത്തിയിട്ടുണ്ട്. മുൻപ് ഇത് ഏകദേശം 700 റേഞ്ചിലൊക്കെ ആയിരുന്നു. 700 സ്കോറൊക്കെ ഉണ്ടെങ്കിൽ മിക്ക ബാങ്കുകളും ക്രെഡിറ്റ് കാർഡൊക്കെ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ പല ബാങ്കുകളും ഇത് 715 ആക്കിയും അതുപോലെ തന്നെ 720 ആക്കിയും ഒക്കെ ഉയർത്തിയിട്ടുണ്ട്. പിന്നെ ചില പ്രീമിയം ബാങ്കുകളൊക്കെ തന്നെ അവരുടെ ക്രെഡിറ്റ് കാർഡ് എലിജിബിലിറ്റി റിക്വയർമെൻറ്റ് 780 ഒക്കെ ആക്കിയും ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോറും ക്രെഡിറ്റ് കാർഡിൻ്റെയും അതുപോലെ തന്നെ ലോണിൻ്റെയും ഒക്കെ ക്രെഡിറ്റ് സ്കോർ റിക്വയർമെൻറ്റ് ഉയരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ സ്ഥിരമായിട്ട് പരിശോധിച്ച് നിങ്ങൾ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുക. ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച ഒരു സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം അവനിപ്പോൾ ക്രെഡിറ്റ് സ്കോർ കുറവായതുകൊണ്ട് ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ്. അവനിനി ഉയർന്ന പലിശ നൽകിക്കൊണ്ട് ഏതെങ്കിലും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ക്രെഡിറ്റ് സ്കോറിന് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണുള്ളത്, അത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു നോർമലി എല്ലാവർക്കും ഉള്ളൊരു ക്രെഡിറ്റ് സ്കോറിൻ്റെ ഒരു റേഞ്ച് നമുക്ക് അതിലൂടെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി